എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫിസിക്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങണം. ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ ചാപ്റ്ററിലേക്ക് കയറാം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നിന്ന് കുറെ വ്യത്യാസമുണ്ട്. നമുക്ക് +1 ഫിസിക്സ് ധാരാളം കാര്യങ്ങൾ പഠിക്കാണ്ട്, ഡീപ്പായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പോ നമ്മൾ +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് BSc ഫിസിക്സിനൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പൊ ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പുസ്തകങ്ങളായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് പഠിത്തം മുന്നോട്ട്. അപ്പൊ നമ്മൾ +2 ഒക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിനോടൊക്കെ ഒരു ഇഷ്ടം ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ധാരാളം നമുക്ക് പഠിക്കാണ്ട്. 10ാം ക്ലാസ്സിൽ കൂട്ട് പഠിച്ചാൽ പറ്റില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ബൈഹാർട്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാൽ ചില ലോസും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഫിസിക്സിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, തിയറി ഉണ്ട്. അപ്പോൾ ഫിസിക്സിന്റെ +2 ഫിസിക്സ് എന്ന് പറയുന്നത് 200 മാർക്കിന്റെ സബ്ജക്റ്റാണ്. 200 മാർക്ക്. ബയോളജി സയൻസ് എടുത്ത കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളും ഫിസിക്സ് പഠിക്കേണ്ടി വരും. നമ്മൾ NCERT പുസ്തകമാണ് ഫോളോ ചെയ്യുന്നത്. NCERT സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 200 മാർക്കിന്റെയാണ് നമ്മുടെ ഫിസിക്സ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ചേർത്ത്. ഫസ്റ്റ് ഇയറില് 2 ടൈപ്പ് പരീക്ഷ. എന്തൊക്കെയാ? ഒന്ന് തിയറി എക്സാമിനേഷൻ, മറ്റത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയും. ഒന്ന് തിയറി ഇവാലുവേഷൻ, മറ്റത് CC എന്നൊക്കെ പറയും. CE മാർക്ക് എന്നൊക്കെ നമ്മൾ പറയാം. ഈ തിയറി മാർക്ക് 60-ലാണ്. ഇത് നിങ്ങളുടെ ടീച്ചർ എടുത്ത മാർക്കാണ്. നിങ്ങളുടെ അസൈൻമെന്റും വർക്കുകളും നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കി നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ടീച്ചർ, നിങ്ങളുടെ കൺസേൺ ടീച്ചർ 20-ലാണ് മാർക്കിട്. അപ്പോ ഇത് 20-ലാണ്. മൊത്തം എത്രയിലായി? 80-ലായി. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ ഫിസിക്സ് 80 മാർക്കിലാണ്. നിങ്ങളുടെ സീനിയേഴ്സ്, ഇപ്പോഴത്തെ +2 ചേട്ടന്മാരും ചേച്ചികളൊക്കെ +1 റിസൾട്ട് കയ്യിൽ വാങ്ങിയിരിക്കുകയാണ്. അടുത്തുള്ള ഈ സമയമാകുമ്പോൾ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇയറിന്റെ അവസ്ഥ എന്താ പരിശോധിക്കാം. സെക്കൻഡ് ഇയറിൽ തിയറി എന്ന് പറയുന്ന സാധനം എത്രയിലാണ്? 60-ലാണ്. സെക്കൻഡ് ഇയറിലും തിയറി 60-ലാണ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അവിടെയും അത് 20. പുതിയൊരു എക്സാമിനേഷൻ വരും. ആ എക്സാമിനേഷന്റെ പേരാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40 മാർക്കിലാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എത്രയിലാണ്? 40 മാർക്കിലാണ്. നേരത്തെ മാതിരി CC എന്ന് പറയുന്ന സാധനം 20. അപ്പൊ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ കൂടി വരും. ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യും. അതായത് സ്കൂളിൽ നടത്തുന്ന ഒരു പരീക്ഷ ഉണ്ടാവുള്ളൂ. പക്ഷെ ബോർഡ് പരീക്ഷ പ്രാക്ടിക്കലിന് എപ്പോഴാണ് ഉണ്ടാവുക? സെക്കൻഡ് ഇയറിലാണ് ഉണ്ടാവുക. പുറത്തുനിന്ന് എക്സ്റ്റേണൽ എക്സാമിനർ ഒക്കെ വന്ന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ IT പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്താൽ മതി. ഇപ്പൊ തിയറി പരീക്ഷ സെക്കൻഡ് ഇയറിൽ 60 മാർക്കില്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അത് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഒക്കെ പഠിച്ചാൽ പറയാം 40 മാർക്കില്, CC 20 മാർക്ക് ഒക്കെ പഠിച്ചാൽ എത്രയും 120 മാർക്ക്. അപ്പൊ മൊത്തം 120, 80 കൂടി ചേർത്ത് 200. ഇപ്പൊ +2 കഴിഞ്ഞ് നമ്മുടെ മാർക്ക് ടെസ്റ്റ് ഫിസിക്സിന്റെ നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ് 200-ലായി. 6 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏതൊക്കെയാ? ബയോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ ബോട്ടണി, സുവോളജി വരും. പിന്നെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം. ഈ 6 സബ്ജക്റ്റുകൾ 200 തന്നെയാണ്. ഇപ്പൊ മൊത്തം +2 മാർക്ക് എത്രയിലാവും? 1200 മാർക്കിലാവും. അതില് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുണ്ട്, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളുണ്ട്. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ്. ഒരു മാറ്റം ഉണ്ടാകും. ഫസ്റ്റ് ഇയറിൽ എങ്ങനെ, സെക്കൻഡ് ഇയറിൽ എങ്ങനെ. ഇനി എങ്ങനെയാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുക പറയാൻ പോകും. അപ്പൊ നോക്കൂ, നമ്മുടെ തിയറി മാർക്ക് 120-ലാണ്. തിയറി മാർക്ക് 120-ലാണ്. 60 ചേർത്ത് 120-ലാണ്. തിയറിയിൽ മിനിമം മാർക്ക് കിട്ടാതെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. മിനിമം മാർക്ക് വേണം. മിനിമം മാർക്ക് എന്ന് പറയുന്നത് 30% മാർക്കാണ്. അപ്പൊ 60, 120, 120-ന്റെ 30% എത്രയും 36 മാർക്ക്. തിയറിയിൽ 36 കിട്ടിയാലേ ആ കുട്ടി എന്ത് ചെയ്യുള്ളൂ? ജയിക്കുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അതേമാതിരി CCയിലൊക്കെ മാർക്ക് വേണം. പക്ഷെ ഇത് നിർബന്ധമാണ്, കണിശാണ്.
ഇപ്പൊ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ 36 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആ കുട്ടി സെക്കൻഡ് ഇയറിൽ തിയറി പരീക്ഷ അറ്റൻഡ് ചെയ്താണ്, മാർക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നും. ഇനി എ പ്ലസ് വാങ്ങണമെങ്കിൽ എത്ര മാർക്ക് വേണം? 200 എ പ്ലസ് വാങ്ങണമെങ്കിൽ 200 മൊത്തം മാർക്ക് പറഞ്ഞല്ലോ. എ പ്ലസ് പറഞ്ഞാൽ 90% മാർക്ക്, 9 2 18 180 മാർക്ക് ഉണ്ടെങ്കിലാണ് എ പ്ലസ് കിട്ടുന്നത്. അപ്പൊ മുഴുവൻ എ പ്ലസ് വാങ്ങാൻ ചില കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്കൂളുകളിലേക്ക് മുമ്പിൽ ഫ്ലക്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. 1200 മൊത്തം 6 സബ്ജക്റ്റ് ആണല്ലോ, 1200 മാർക്ക് വാങ്ങി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരത്രയും കഷ്ടപ്പെടുന്നുണ്ടാവും. പാസ്സാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്യാവശ്യം ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർമാർ പറഞ്ഞതൊക്കെ ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനൊന്നും ബുദ്ധിമുട്ടില്ല. എ പ്ലസ് വാങ്ങണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം, തോൽക്കണമെങ്കിലോ അതിലും കഷ്ടപ്പെടണം. നന്നായി കഷ്ടപ്പെട്ടാലേ തോൽക്കാൻ സാധിക്കുള്ളൂ. SLC ഒക്കെ തോറ്റു എന്ന് പറഞ്ഞാൽ അവൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാവുന്ന അതിന്റെ അർത്ഥം. SSLC പരീക്ഷയിലൊക്കെ ആരെങ്കിലും തോറ്റാൽ അവൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്തിന്? തോൽക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. +2 പരീക്ഷയും അങ്ങനെ തന്നെ. കുറച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് പാസ്സാവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, തോൽക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോ നമ്മുടെ മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ ഫിസിക്സില് ഫസ്റ്റ് ഇയറിൽ 15 ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററുകളും മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ മെക്കാനിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കാര്യമായി. സെക്കൻഡ് ഇയറിൽ മെക്കാനിക്സ് ഇല്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അങ്ങനെ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആവും സെക്കൻഡ് ഇയറിൽ പഠിക്കും, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള. അപ്പൊ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ്, ഒപ്റ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ മുഴുവൻ മെക്കാനിക്സ് തന്നെയാണ്. അപ്പൊ തുടക്കം മുതലേ നന്നായി പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. മാത്രമല്ല +2 പരീക്ഷ, +2 പാസ്സായതിനു ശേഷം നമുക്ക് എഴുതാൻ പറ്റുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ വളരെ, എഞ്ചിനീയറിംഗ് പരീക്ഷകൾ അല്ലെ, നീറ്റ് പരീക്ഷകൾ ഒക്കെ നമുക്ക് ബയോളജിക്കാർക്ക് എഴുതാൻ പറ്റുന്ന നീറ്റ് പരീക്ഷയാണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അത് പറ്റില്ല. ബയോളജിക്കാർക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതാം, നീറ്റ് പരീക്ഷ എഴുതാം. പിന്നെ ധാരാളം കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ രാജ്യത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അതിന്റെയൊക്കെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? +2 ആണ്. അപ്പോൾ +2 സയൻസ് പഠിച്ചാൽ എന്താ സ്കോപ്പ് എന്ന് വെച്ചാൽ സ്കൈ ഇസ് ദ ലിമിറ്റ്. അതുവരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച ഇഷ്ടംപോലെ കുട്ടികൾ വളരെ ഉയർന്ന നിലയിലെത്തി. IIT-യിലൊക്കെ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ, നമ്മുടെ കുട്ടികൾ IIT-യിലൊക്കെ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച് മദ്രാസ് IIT-യിലൊക്കെ പോയി റിസർച്ച് ചെയ്യുന്ന കുട്ടികൾ ഇപ്പൊ നിലവിൽ ഉണ്ട്. മനസ്സിലാണ്? സെൻട്രൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി വന്നിരുന്നു, 5-6 കൊല്ലം കൂടെ പഠിച്ചു പോയ കുട്ടി. അവൻ ഇപ്പൊ എന്താ ചെയ്യണത്? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് റിസർച്ച് ചെയ്യുക, PhD കിട്ടാൻ വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഈ നമ്മുടെ കൊറോണ വാക്സിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീമിലെ അംഗമാണ്. അപ്പം നമുക്ക് ഉയരാൻ പറ്റുന്ന പ്രദേശം എന്ന് പറയുന്നത് വളരെ അധികമാണ്. സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ നന്നായി പഠിക്കണം. അങ്ങനെ പഠിച്ച് +2 കഴിയുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങും. അപ്പൊ നമ്മൾ ആ സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെയാണ് നമ്മൾ BSc ഫിസിക്സിനൊക്കെ പോകുക. അപ്പൊ പഠിത്തത്തിനോട് ഇഷ്ടം, ഫിസിക്സിനോടുള്ള ഇഷ്ടം അതുകൊണ്ടും തീരില്ല. അപ്പൊ നമ്മൾ MSc പോകും, പിന്നെ നമ്മൾ റിസർച്ച് ചെയ്യും, PDF അങ്ങനെ പോകും നമ്മൾ. അപ്പൊ എന്തായാലും ഈ 2 വർഷങ്ങൾ ഫിസിക്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. +1 നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, 2 വോളിയം 15 ചാപ്റ്റർ ആണ് ഫിസിക്സിലുള്ളത്. 15 ചാപ്റ്റർ, എണ്ണം പറഞ്ഞ 15 ചാപ്റ്റർ, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാം ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ബേസ് സ്ട്രോങ് ആയ നമുക്ക് ബിൽഡിംഗ് എത്ര ഉയരത്തേക്ക് വേണിച്ചാൽ കെട്ടിപ്പോക്കാൻ നമ്മൾ പറയും. അതേപോലെ ഫൗണ്ടേഷൻ ആണ് ശരിക്കും ഒരു എന്താ പറയുക, ഡിഗ്രിക്കൊക്കെ ഉള്ള ഒരു പ്രിപ്പറേറ്ററി കോഴ്സായിട്ട് നമുക്ക് +2 വിചാരിക്കാം, +1 +2 വിചാരിക്കാം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ എത്ര ഉയരത്തേക്ക് വേണിച്ചാൽ നമുക്ക് പോവാം, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് 2ാമത് ചാപ്റ്ററിന്റെ തുടക്ക ഭാഗങ്ങൾ പറയാൻ പോവുകയാണ്. 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. 2ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്.
അപ്പൊ അതില് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് പഠിക്കുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സാധനം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ചില എക്സാമ്പിൾ പറയാം. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെങ്ത് ഓഫ് എ റൂം, ബ്രെഡ്ത്ത് ഓഫ് എ റൂം, ഏരിയ ഓഫ് എ റൂം, വോളിയം ഓഫ് ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ, മാസ് ഓഫ് എ ബോഡി. ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഹാപ്പിനെസ്, ആംഗർ, ലവ്, അഫെക്ഷൻ, ഇതൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല. അപ്പൊ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ലെങ്ത് ഓഫ് റൂം നമുക്ക് അളക്കാം, ബ്രെഡ്ത്ത്, ഏരിയ, അല്ലെ, വോളിയം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി, ആക്സലറേഷൻ, ഇതൊക്കെ നമുക്ക് അളക്കാൻ കഴിയും. സോ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ മെഷറബിൾ, those quantities which can be measured are called physical quantities. എക്സാമ്പിൾ ഇഷ്ടംപോലെ പറയും. അപ്പൊ അളക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് അതാണ് കുറച്ച് നമ്മൾ പറയും. ആംഗർ, ലവ്, അഫെക്ഷൻ, അത് നമുക്ക് അളക്കാൻ കഴിയും. അതൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല. അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ, ഫിസിക്സിൽ പഠിക്കുന്നു. അപ്പൊ those quantities which can be measured are called physical quantities. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. നോക്കൂ, രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. എന്താ? ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താ ഫണ്ടമെന്റൽ? ലെങ്ത്, മാസ്, ടൈം, ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്നാൽ ഏരിയ, വോളിയം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? ഈ ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ ഏരിയ, ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഏരിയ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെ? ഏരിയ സമം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്ത് ആണ്. അപ്പൊ രണ്ട് ലെങ്തുകളുടെ ടേംസിലാണ് നമ്മൾ ഏതിനെ എക്സ്പ്രസ് ചെയ്യണേ? ഏരിയനെ എക്സ്പ്രസ് ചെയ്യണേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം. മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, വോളിയം എന്ന് പറഞ്ഞാൽ അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ നോക്കൂ, വോളിയം നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. മൂന്ന് ലെങ്തുകളുടെ ടേംസിൽ നമ്മൾ വോളിയം എക്സ്പ്രസ് ചെയ്യുക. വെലോസിറ്റി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടസ്റ്റ് ലെങ്ത്, അല്ലെ, ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. നമ്മൾ അടുത്ത ചാപ്റ്റർ വളരെ വിശദമായിട്ട് കാണും. അപ്പൊ അതൊരു ലെങ്താ. ടൈം അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അപ്പൊ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിലാണ് ഏതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണേ? വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുള്ള വ്യത്യാസം? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ എന്ത് വിളിക്കുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വിളിക്കുക. എന്നാൽ മറ്റ് ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വിളിക്കുക. So fundamental quantities are those which cannot be expressed in terms of other quantities. What are derived quantities? Those quantities which can be expressed in terms of fundamental quantities are called derived quantities. So derived quantity എത്ര എക്സാമ്പിൾ കാണിച്ചാൽ നമുക്ക് പറയാം. ഏരിയ, വെലോസിറ്റി, വോളിയം, അല്ലെ, എന്ത് കാണിച്ചാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഫിസിക്സില് ആദ്യകാലത്ത് പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ചില എക്സാമ്പിൾ പറഞ്ഞാൽ CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്താണെന്ന് ചില രാജ്യങ്ങൾ ഈ സിസ്റ്റവും ഫോളോ ചെയ്തു പോകുന്നത്. ഇതൊരു ഫ്രഞ്ച് സിസ്റ്റം, ഇത് രണ്ട് ഫ്രഞ്ച് സിസ്റ്റം, ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റം. ഈ സിസ്റ്റത്തില് ഈ മൂന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യുക ഈ യൂണിറ്റുകളിലാവും. നോക്കൂ, ലെങ്ത് മെഷർ ചെയ്യുക ഈ സിസ്റ്റത്തിൽ സെന്റിമീറ്ററിലാണ്, മാസ് മെഷർ ചെയ്യുക ഗ്രാമിലാണ്, ടൈം മെഷർ ചെയ്യുക സെക്കൻഡിലാണ്. ചില രാജ്യങ്ങൾ ആ സിസ്റ്റം ഉപയോഗിച്ച് പോകുന്നത് ഒരു ഫ്രഞ്ച് സിസ്റ്റം. ഇതൊരു ഫ്രഞ്ച് സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം ലെങ്ത് വാസ് മെഷർഡ് ഇൻ മീറ്റേഴ്സ്, മാസ് വാസ് മെഷർഡ് ഇൻ കിലോഗ്രാം ആൻഡ് ടൈം വാസ് മെഷർഡ് ഇൻ സെക്കൻഡ്. ചില രാജ്യങ്ങൾ ആ സിസ്റ്റം ഉപയോഗിച്ച് പോകുന്നു. ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റം. ഇവിടെ ലെങ്ത് മെഷർ ചെയ്യുക ഫൂട്ടിലാണ്, മാസ് മെഷർ ചെയ്യുക പൗണ്ടിലാണ്, ടൈം മെഷർ ചെയ്യുക സെക്കൻഡിലാണ്. ചില രാജ്യങ്ങൾ ആ സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നു. അപ്പൊ എന്താ ബുദ്ധിമുട്ടുണ്ടായ വെച്ചാൽ ഒരു രാജ്യക്കാര്
പറയുന്ന കാര്യങ്ങൾ മറ്റു രാജ്യക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഇന്ത്യക്കാർ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യക്കാർ പറയണത് അമേരിക്ക ഈ സിസ്റ്റം ഫോളോ വെച്ചാൽ അമേരിക്കക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായത് വരില്ല, അവർക്ക് കൺവേർട്ട് ചെയ്ത് വരും. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം 971 ചേർന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ത് തീരുമാനിച്ചറിയോ? ഇനി എല്ലാ രാജ്യങ്ങൾക്കും ഏകീകൃത സ്വഭാവമുള്ള ഒരു യൂണിറ്റ് മതി എന്ന് തീരുമാനിച്ചു. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുക SI സിസ്റ്റം എന്ന് പറയുന്നത്. എന്താ പറയുക? SI സിസ്റ്റം. SI സിസ്റ്റം പ്രകാരം നമ്മുടെ ഫിസിക്സില് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. SI സിസ്റ്റം പ്രകാരം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മുടെ ഫിസിക്സിലുള്ളത്. SI സിസ്റ്റം എന്ന് പറയുന്നത് SI ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ആ സിസ്റ്റം പ്രകാരം നമ്മുടെ ഫിസിക്സില് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ആ ക്വാണ്ടിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പൊ ആദ്യം നമ്മള് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എഴുതും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 3 കോളം വരച്ചൊക്കെ ചെയ്യേണ്ട. നോട്ട്സ് തരും, നോട്ട്സ് വാട്സാപ്പിൽ അയച്ചു തരും, അത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, പിന്നെന്താ യൂണിറ്റ്, പിന്നെന്താ സിമ്പൽ, അതിന്റെ സിമ്പൽ. ഏതൊക്കെയാ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലെങ്ത്. ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. SI സിസ്റ്റം പ്രകാരം മീറ്റർ. എന്താ സിമ്പല്? സ്മോൾ m. രണ്ടാമത്തെ ക്വാണ്ടിറ്റി മാസ്. എന്താ മാസിന്റെ യൂണിറ്റ്? കിലോഗ്രാം. കിലോഗ്രാം. എന്താ സിമ്പല്? kg. മൂന്നാമത്തെ സാധനം ടൈം. എന്താ ടൈമിന്റെ യൂണിറ്റ്? സെക്കൻഡ്. എന്താ സിമ്പല്? s. നമുക്കുള്ള പരിചയമുള്ള സാധനങ്ങളാണ്. ഇനി ഒരു 4 കൂടി ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചർ, ഊഷ്മാവ് അല്ലെ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താ? കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. കെൽവിൻ. കെൽവിൻ ആണ് സിമ്പൽ K. ലോർഡ് കെൽവിന്റെ ബഹുമാനം. ഒക്കെ അക്ഷരങ്ങളൊക്കെ എഴുതുന്നു നോക്ക്. K സ്മോൾ ലെറ്റർ എഴുതും. സിമ്പൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ. അഞ്ചാമത്തെ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. കറന്റ് യൂണിറ്റ് എന്താ? ആംബിയർ എന്ന് പറയും. ആംബിയർ മുഴുവൻ എഴുതുമ്പോൾ A സ്മോൾ ലെറ്ററിലാവും. സിമ്പൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ. ഇനി ആറാമത്തെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇനി ഉണ്ടെന്താ? കെമിസ്ട്രിയിലൊക്കെ കേൾക്കണതാ മോൾ. MOLE. സിമ്പൽ എന്താ? MOL. ഏഴാമത് നമുക്ക് അത്ര പരിചയമുള്ള സാധനമല്ല. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. എന്താ? ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി. എന്താ ലൂമിനസ് ഇന്റൻസിറ്റി യൂണിറ്റ്? കാൻഡില എന്ന് പറയും. കാൻഡില. സ്പെല്ലിംഗ് ഒക്കെ നോക്കി എഴുതുക. സ്മോൾ c സ്മോൾ d. അപ്പൊ ഇങ്ങനെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്സിലുള്ളത്. SI സിസ്റ്റം പ്രകാരം ഫിസിക്സിൽ 7 ഫണ്ടമെന്റൽ. നിങ്ങൾ പറയും ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, kg, ടൈം സെക്കൻഡ്, s, ടെമ്പറേച്ചർ കെൽവിൻ, k, കറന്റ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയാൻ മുഴുവനായിട്ട് ആംബിയർ, A, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, MOL, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, C. ഇനി ഇവരെ സഹായിക്കാൻ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് കൂടി ഫിസിക്സിലുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. എന്തൊക്കെ പഠിച്ചു എന്ന്? വാട്ട് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? The physical quantities, those quantities which can be measured. Physical quantities are classified into 2. ഏതൊക്കെയാ? Fundamental and derived. What are fundamental? Those quantities which cannot be expressed in terms of other quantities are fundamental. The derived, those quantities which can be expressed in terms of fundamental quantities are called derived quantities. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതാ? SI സിസ്റ്റം. SI സിസ്റ്റം പ്രകാരം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്സ് ഉള്ളത്. And these are called 7 dimensions of physics. ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അപ്പൊ ഇതൊക്കെ നോട്ട്സ് തരുമ്പോൾ അത് എഴുതണം. ശരി, അപ്പൊ അത്രയും കാര്യം.